എല്ലാ വിഭാഗങ്ങളുമായും ചർച്ച ചെയ്തുള്ള നഗരവികസനമാണ് പെരിന്തൽമണ്ണ നഗരസഭ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇക്കാര്യത്തിൽ വ്യാപാരികളുടെ പിന്തുണ വിലപ്പെട്ടതാണെന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ എം പി ഫസൽ മുഹമ്മദ് പറഞ്ഞു. പെരിന്തൽമണ്ണ മർച്ചന്റ് യൂത്ത് വിംഗ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ. നഗരസഭയുടെ പുതിയ ഭരണസമിതിയിൽ വ്യാപാരികൾക്ക് പ്രതീക്ഷയുണ്ടെന്ന് മർച്ചന്റ് യൂത്ത് വിംഗിന്റെ 45-ാം വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പുവും പറഞ്ഞു. എല്ലാ വിഭാഗങ്ങളുമായും ചർച്ച ചെയ്തുകൊണ്ടുള്ള നഗരവികസനമാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്നും ഇക്കാര്യത്തിൽ വ്യാപാരികളുടെ പിന്തുണ പ്രധാനമാണെന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ എം പി ഫസൽ മുഹമ്മദ് പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരത്തെ സുരക്ഷിതമാക്കാനാണ് MLAയും നഗരസഭാ കൗൺസിലർമാരുമെല്ലാം മുന്നോട്ട് പോകുന്നതെന്നും എം പി ഫസൽ മുഹമ്മദ് പറഞ്ഞു. കച്ചവടക്കാരുമായി ഞങ്ങൾ നിരന്തരമായി പല നിരക്കും ഔദ്യോഗികമായും അനൗദ്യോഗികവുമായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഒരു നഗര വികസനമാണ് നമ്മൾ ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് പോകാൻ കൊണ്ടുപോകുന്നത്. അതിനുള്ള അവർ നമ്മൾ നിർലോഭമായ പിന്തുണ നമുക്ക് തരുന്നുണ്ട്. ആ പിന്തുണയിൽ നിന്നാണ് നമ്മുടെ ഊർജ്ജമായി മാറ്റിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതിന് പരമാവധി ചെയ്യണമെന്ന് പ്രിയങ്കരനായ MLAയും മുനിസിപ്പാലിറ്റി കൗൺസിലും ഒക്കെ തീരുമാനിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വലിയ തോതിലുള്ള വളർച്ചയ്ക്ക് ഒതുക്കുന്ന രീതിയിലുള്ള പ്ലാനിങ്ങിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിന് എല്ലാ പിന്തുണയും ഉണ്ടാവണമെന്ന് മർച്ചന്റ് അസോസിയേഷനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനം, നിങ്ങൾ ചെയ്യുന്ന ഈ സാധാരണ ആളുകളെ മെച്ചപ്പെടുത്തുന്ന ഈ പ്രവർത്തനം ഇനിയും കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മർച്ചന്റ് യൂത്ത് വിംഗിന്റെ 45-ാം വാർഷിക ആഘോഷ പരിപാടികൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ചമയം ബാപ്പു ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾ പ്രതിസന്ധികൾ നോക്കാതെ എല്ലായ്പ്പോഴും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടെന്ന് ചമയം ബാപ്പു പറഞ്ഞു. വ്യാപാരികൾ പ്രശ്നങ്ങൾ നേരിട്ടൊരു സമയത്താണ് നഗരസഭയിൽ ഭരണമാറ്റമുണ്ടായത്. പുതിയ ഭരണസമിതിയിൽ പ്രതീക്ഷയുണ്ടെന്നും കച്ചവടക്കാരെ ലാഭക്കാരും ചൂഷണക്കാരുമായി മുദ്രകുത്തുന്നത് അനുവദിക്കാനാകില്ലെന്നും ചമയം ബാപ്പു പറഞ്ഞു. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ പ്രതിസന്ധിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പെരിന്തൽമണ്ണയിൽ പ്രത്യേകിച്ചു. കാരണം കുറച്ച് കാലങ്ങളായി വ്യാപാരികളെ എങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഇവിടുത്തെ നഗരസഭ വ്യാപാരികൾക്ക് കൊടുത്ത അനുഭവം അതായി. അതിനാരും എതിർത്ത് പറഞ്ഞിട്ടൊന്നും കാര്യം. സത്യം പറഞ്ഞാൽ വ്യാപാരികളെ ചൂഷണം ചെയ്യുക. അതുമാതിരി തന്നെ പിന്നെ ചെയ്തിരുന്നത് വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന വളരെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം, അതിന് എന്താണ് മാർഗം എന്ന് അന്വേഷിക്കുന്നവരെ ചൂഷണം ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വ്യാപാരികൾക്ക് നേരിടേണ്ടി വന്നത്. 3-4 കൊല്ലമായിട്ട് വളരെയധികം ഈ പ്രശ്നം ഇവിടെ വളരെ അധികമായി. അതിന് ഗത്യന്തരമില്ലാത്തൊരു സമയത്താണ് ഇവിടെ ഒരു ഭരണമാറ്റം. ആ ഭരണമാറ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് വൈസ് ചെയർമാൻ നമ്മളെ സംബന്ധിച്ച് നമ്മളെയും കൂടുതൽ പഠിച്ചു എന്നുള്ളത്. കച്ചവടക്കാരൻ പഠിച്ചിട്ടില്ല. കച്ചവടക്കാരനിലധികം ഓരോ പോയിന്റും അദ്ദേഹം പഠിച്ചു. അതിന് തക്ക പരിഹാരം ആവശ്യമാണെന്നും അത്യാവശ്യമാണെന്നും ഇത് വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ല, ഈ നാടിൻ്റെ പ്രശ്നമാണെന്നും ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാരുടെയും പ്രശ്നമാണെന്നും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരനെ മുദ്ര കുത്തിയിരിക്കുന്ന ലാഭത്തിന് വേണ്ടി കച്ചവടം ചെയ്യണമെന്നാണ്. ലാഭത്തിനല്ല. ചൈനയിലും വിദേശങ്ങളിലും പിന്നെ ബംഗ്ലാദേശിലും അവിടെയും ഇവിടെയും പോയി സാധനങ്ങൾ കൊണ്ടുവന്ന് മാർക്കറ്റിലെ ട്രെൻഡ് മനസ്സിലാക്കി അതിനനുസരിച്ച് മാർക്കറ്റ് ചെയ്ത് ജനങ്ങൾക്ക് എങ്ങനെ മത്സരിച്ച് കുറച്ച് വിലക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ഒരു വിഭാഗമാണ് കച്ചവടക്കാരൻ. അതാണ് ചൂഷണക്കാരൻ പഠിപ്പിച്ചു കൊടുത്ത് പൊതുജനങ്ങളുടെ അടിയിൽ. ചൂഷണക്കാരല്ല. ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ മത്സരിക്കുന്നവരാണ്. പെരിന്തൽമണ്ണ മർച്ചന്റ് യൂത്ത് വിംഗിന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സഫയർ ജൂബിലി ആഘോഷ പരിപാടിയുടെ ഭാഗമായി നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് യൂത്ത് വിംഗിന്റെ ഉപഹാര സമർപ്പണം യൂത്ത് വിംഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമഞ്ചേരി നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് PTS മൂസു സഫയർ ജൂബിലി ആഘോഷ ലോഗോ പ്രകാശനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് കാജ മുഹീദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാലിമാർ ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ താലൂക്ക് പ്രസിഡന്റ് ജയപാലൻ, പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി PP സൈദലവി, ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം, വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ദീൻ, പെരിന്തൽമണ്ണ യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കാരയിൽ, അസോസിയേഷൻ വർക്കിംഗ് സെക്രട്ടറി CPM ഇക്ബാൽ, ട്രഷറർ ലത്തീഫ് ടാലന്റ്, യൂത്ത് കോർഡിനേറ്റർമാരായ ഹാരിസ് ഇന്ത്യൻ, KP ഷൈജൽ എന്നിവർ സംസാരിച്ചു. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും
രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.